എനിക്കറിയില്ല. അവന്റെ ഒരു കാര്യം എന്നോട് ചോദിക്കണ്ട. എങ്ങാനും എന്റെ മുമ്പിൽ വന്ന് പെട്ട ഒറ്റക്കാലിൽ അവൻ കടിക്കേണ്ടി വരും. പന്നി, അത് ഉറപ്പാ. ഇന്നും കൂടി വരുമെന്ന് നോക്കിയിട്ട് പോരെ? ഇന്നും വന്നില്ലെങ്കിൽ പിന്നെ അവൻ വരില്ല. അല്ല, അപ്പൊ എന്ത് ചെയ്യും? കണ്ടുപിടിക്കണം. എന്നോട് പറഞ്ഞ കഥകളൊക്കെ നേരാണെങ്കിൽ ആദ്യം അവന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാം. എന്നിട്ട് മതി മറ്റു നീക്കം. അതിന് വീട് എവിടെന്ന് ആർക്കറിയാ? നാടെവിടെയെന്നൊന്നും വേറെ ആർക്കും അറിയില്ല. വേറെ ആരും അറിയണത് ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥയായോണ്ടാ ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ ഉണ്ടാകും. പോണം, പോയി കണ്ടുപിടിക്കണം. തമ്പുരു പാവാണ്. പ്രേതങ്ങൾക്കുള്ള കർമ്മം കൊടുക്കലാണിത്. കുലദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും, പിന്നെ മരിച്ചുപോയ കാരണവന്മാർക്ക് ആണ്ടിലൊരിക്കൽ കൊടുക്കുന്ന ഈ പൂജയെയാണ് ആട്ട് എന്ന അനുഷ്ഠാനമായി പറയുന്നത്. ഈ തമ്പുരുവിൻ്റെ ഒരമ്മാമ പേര് കേട്ട ആട്ടുകാരനായിരുന്നു. ഇവൻ പഠിച്ചുമില്ല, ഒരു തൊഴിലിട്ട് അറിയില്ല. പിന്നെ ഒരു കുഴപ്പമുള്ളതേ, ഈ പെണ്ണുങ്ങളെ പോലൊക്കെ ഒരു സമ്പ്രദായ അതാർക്കും പിടിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഇട്ട് തട്ടിക്കളിച്ചു ചെറുപ്പത്തില്. മുതിർന്നിട്ടും ഒരു വഴിക്കും ആയില്ല. അപ്പോ ആ അമ്മാമ്മയാ ഈ ആട്ടില് കൂട്ടിയത്. തമ്പുരൂന്ന് ആൾക്കാര് കളിയാക്കി വിളിക്കണതാ. അയ്യപ്പണ്ണ ശരിക്കുള്ള പേര്. തലയ്ക്ക് സുഖമില്ലാത്ത ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ അതോ വീട്ടിന് വേണ്ട ഒരു പെണ്ണിനെ നീയായിട്ട് കൊണ്ടുവരണോ? എപ്പോ നോക്കിയാലും ഈ കല്യാണം. നിക്ക് വയ്യ. വീട്ടിലെ പണികൾ മുഴുവനും വലിക്കാനും നിങ്ങൾക്ക് രണ്ടാക്കും മൂന്നരം വെച്ചോളമ്പി തരാനും. അങ്ങനെ ആരോ വഴി ഇവന്റെ ആലോചന വന്നു. അന്വേഷിച്ചപ്പോ ഈ രൂപത്തിലുള്ള ഒരാളാ. പൂർണ്ണ മനസ്സോടൊന്നുമല്ല ചെയ്തത്. എന്നാലും നേരെ ആവുമായിരിക്കും എന്ന് വിചാരിച്ചാ എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. പ്രിയ തമ്പുരുവിന് ചിത്രാപൗർണമി അടുത്തു വരികയാണ്. ഈ വരുന്ന 28-നാണ് കുവാക ഉത്സവം. കഴിഞ്ഞ തവണത്തെ പോലെ നീ നേരത്തെ വരണം. സ്നേഹപൂർവം, ശുഭശ്രീ. എന്തത്? രണ്ട് കൂവാ.
പിന്നെ നമ്മളവരെ വിളിക്കാനല്ലോ വന്നത്. വിളിച്ചിട്ട് എന്തിനാ വീണ്ടും കൊണ്ടുപോയി കളിയാക്കാനോ? നീ നോക്ക്, ഇത്ര സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ അവനെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് വിളിക്കണ്ട, നമുക്ക് പോവാം. വാ വെങ്കടി, നമുക്ക് പോവാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ പൊതുസമൂഹത്തോട് എന്താണ് തുറന്നു പറയാനുള്ളത്? ചാനലൊന്നും വേണ്ട മോനെ, ചാനലോട്ടൊന്നും പറയൂ, നിങ്ങൾ പറയൂ. ഇനിയിപ്പോ ചാനൽ കൊണ്ടുപോയി വളർത്തായിട്ടാ. എന്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ പറയാനുള്ളത്? പറയൂ. എടുത്തോട്ടെടി, ഒരു എന്തിനാ ഫോട്ടോ ഫോട്ടോ? എടുത്തോട്ടെ. എന്താണ് നിങ്ങൾക്ക് നമുക്ക് പൊതുജനങ്ങളോട് TV പറയാനുള്ളത്? പറയൂ, ഞാൻ പോസ് ചെയ്യാട്ടോ. പറയൂ. കൊണ്ടുപോണോ പറയൂ നിങ്ങൾ. അവളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പറയൂ, എന്താണ് നിങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ വരാൻ ചാനലിലൂടെ ഞാൻ പറയാനുള്ളത്?